ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിഷാമിന് പരോൾ. ഹൈക്കോടതിയാണ് 15 ദിവസത്തെ പരോൾ അനുവദിച്ചത്. സർക്കാരിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് ഉത്തരവ്. പരോളിന് യുക്തമായ വ്യവസ്ഥ ചുമത്താമെന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അഹമ്മദ് മുസ്തഫ വിവരണം അയച്ചിരുന്നു. മുസ്തഫ, ഈ പരോൾ സർക്കാർ അനുവദിച്ചിരുന്നില്ലേ? അജിംസം, ഈ വിഷയത്തിൽ സർക്കാരിന് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചില കുടുംബ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതെന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷന് കാരണമാകാം. ഈ കുടുംബ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ബിഹേവിയറിനോ അല്ലെങ്കിൽ പുതിയ ഒരു ഭീഷണിയോ ഉണ്ടാകാമെന്നാണ് സർക്കാർ ഇതിനെ എതിർത്തുകൊണ്ട് നേരത്തെ സിംഗിൾ ബെഞ്ചിന് മുമ്പിലും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന് മുന്നിലുള്ള അപ്പീലിലും ഒരു നിലപാടെടുത്തത്. പക്ഷെ കോടതി അത് പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. അതായത് ജയിലിലെ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് ഏറ്റവും അനുകൂലമാണ്. ജയിലിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കാര്യമായ ഏതെങ്കിലും തരത്തിൽ മോശം ബിഹേവിയർ ഇല്ലാത്ത ഒരാളാണ് എന്നുള്ളതിലുള്ള പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടുണ്ട്. അത് കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. മാത്രമല്ല പോലീസ് ഇപ്പോൾ ഉന്നയിക്കുന്ന എതിർപ്പ് അത് ഒരു ഫാമിലി ഡിസ്പ്യൂട്ട് ഉൾപ്പെടെയുള്ള ഫാമിലി തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് മതിയായ കാരണമല്ല ഒരാൾക്ക് പരോൾ നിഷേധിക്കാനെന്ന് ഹൈക്കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സിംഗിൾ ബെഞ്ച് ഇതിനെ ഈ പരോൾ അനുവദിക്കാനാവില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനെതിരെ നിഷാമിന്റെ ഭാര്യ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. ആ അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് 15 ദിവസത്തെ പരോൾ ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. കോടതി പറയുന്ന ഒരു കാര്യം, സർക്കാരിന് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് പരോൾ നിഷേധിക്കാൻ മതിയായ കാരണമല്ല, മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മതിയായ ഈ യുക്തിസഹമായ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻസ് ചുമത്തുന്നതിന് ജയിൽ വകുപ്പിന് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും നേരത്തെ ഏപ്രിൽ 3-നാണ് ഇത് സംബന്ധിച്ച് ഓർഡർ വന്നത്. ഇപ്പോൾ എന്തായാലും അത് സംബന്ധിച്ച് ഉത്തരവായി കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. അജിം സർ. ശരി അഹമ്മദ് മുസ്തഫ.